പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് ചാടിയ യുവതിക്ക് പരുക്ക്. കോഴിക്കോട് മുക്കത്ത് ഇന്നലെയാണ് സംഭവമുണ്ടായത്. സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിക്കാണ് പരിക്കേറ്റത്. ഹോട്ടൽ ഉടമയും 2 ജീവനക്കാരുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചെയ്തു. സമീർ, ഇന്നലെ സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. ഈ യുവതിയുടെ മൊഴി അനുസരിച്ച് ഈ പറയപ്പെടുന്ന ആളുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഇവർ അകത്തായിട്ടുണ്ടോ? വിവരങ്ങൾ. സുഹൈൽ, ഇന്നലെ രാത്രിയാണ് മുക്കം മാമ്പറ്റയിൽ കെട്ടിടത്തിൽ നിന്ന് ഈ യുവതി താഴേക്ക് ചാടിയത്. ഈ കെട്ടിടത്തിന്റെ ഉടമയും 2 ജീവനക്കാരും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഏതാനും മാസങ്ങളായി അവിടുത്തെ ജോലിക്കാരിയാണ് ഈ പെൺകുട്ടി. അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെൺകുട്ടി ഫോണിൽ. ആ വേളയിലാണ് ഈ മോശമായി ഇവർ പെരുമാറിയത്. അതിന്റെ ദൃശ്യങ്ങൾ ഈ പെൺകുട്ടി ഫോണിൽ പകർത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പെൺകുട്ടിയുടെ നേരത്തെ അത്യാഹിത വിഭാഗത്തിലായിരുന്നുവെങ്കിലും ഉച്ചയോടുകൂടി തന്നെ ജനറൽ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാര്യമായ പരുക്കളില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുക്കം പോലീസ് മെഡിക്കൽ കോളേജിലെത്തുകയും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്, താൻ ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അതിൻ്റെ ഉടമയും അതുപോലെ തന്നെ 2 ജീവനക്കാരും ചേർന്നാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രാണരക്ഷാർത്ഥമാണ് താൻ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയത് എന്നാണ് ആ പെൺകുട്ടിയുടെ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിടത്തിൻ്റെ ഉടമയായിട്ടുള്ള ദേവദാസ്, അതുപോലെ തന്നെ അവിടുത്തെ 2 ജീവനക്കാരായിട്ടുള്ള സുരേഷ്, മുനീർ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പ്രതികളെ പിടികൂടാൻ പോലീസ് ഈ ലോഡ്ജിൽ എത്തിയിരുന്നു. പക്ഷേ അവിടെ പ്രതികളില്ല, അവരുടെ വീടുകളിലുമില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ ഒരു സാഹചര്യമാണ്. പ്രതികൾ നിലവിൽ ഒളിവിലാണ്. പ്രതികളെ പിടികൂടാൻ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സുഹൈൽ, സഹപ്രവർത്തകയെയാണ്, ജോലിക്കാരെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പീഡനം ചെറുക്കുന്നതിനെയാണ് കെട്ടിടത്തിൽ നിന്ന് ചാടിയത്.